Hi guys, welcome back to our YouTube channel. This is Rahis and Hanna Vlogs. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങളുടെ അടുത്തൊരു സോറി പറയാണ് കേട്ടോ. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഹസ്ബൻഡ് ഞാനും തുടങ്ങി വെച്ചതാണ്, ബട്ട് എന്തോ നമുക്ക് കുറച്ച് വീഡിയോസ് മാത്രമേ ഇടാൻ പറ്റിയിട്ടുള്ളൂ. ഒരു മാക്സിമം റീച്ചായി വന്ന സമയത്താണ് ഹസ്ബൻഡിന് ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂറോപ്പിൽ പോകേണ്ടി വന്നത്. ഈവൻ ഐ വെൻറ്റ് ടു ദുബായ്. സോ കറൻ്റ്ലി ഇപ്പോൾ നമ്മൾ രണ്ട് സ്ഥലത്താണ് നിൽക്കുന്നത്. സോ എനിവേ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. ഹസ്ബൻഡ് കുറച്ച് വീഡിയോസൊക്കെ അവിടെ നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ ഞാനാണെങ്കിലും 1-2 വീഡിയോസ് ഇട്ടിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ ഒരുപാട് ഗ്യാപ്പ് എടുത്ത് പിന്നെ ഒന്നും ഞങ്ങൾക്ക് ടൈം കിട്ടുന്നില്ല. നമുക്ക് ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് അതൊന്ന് ചെയ്യണം, പിന്നെ നമ്മൾ വീട്ടിലേക്ക് വിളിക്കുന്നു, അങ്ങനെ ഓരോ ദിവസം പെട്ടെന്ന് കടന്നു പോകുന്നതുകൊണ്ട് നമുക്ക് ഇതിനൊരു ടൈം പെർട്ടിക്കുലറായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ലായിരുന്നു. ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ഈവൻ നമ്മൾ രണ്ടുപേരും 2 സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പം ഞാൻ തിങ്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരുപാട് ആളുകൾ എവരിവൺ ഇസ് ആസ്കിങ് അസ് വൈ യു ഗൈസ് നോട്ട് ഡൂയിങ് ദ യൂട്യൂബ് ചാനൽ, എന്തുകൊണ്ടാണ് നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യുന്നത്, നിങ്ങൾക്ക് അത് റീസ്റ്റാർട്ട് ചെയ്തുകൂടെ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ തിങ്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, ടൈം കണ്ടെത്തേണ്ടി വരും എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുള്ളൊരു കാര്യം. പിന്നെ ഈ യൂട്യൂബ് ചാനൽ ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി ഗൈസ്. നമുക്ക് അത് ചെയ്ത് അത് എഡിറ്റ് ചെയ്യണം, അതുപോലെ തന്നെ എഡിറ്റിങ് കഴിഞ്ഞിട്ട് അത് അപ്ലോഡ് ചെയ്യണം. എനിവേ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് മറ്റൊന്നുമല്ല. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ നോസ് ദാറ്റ് ഐ എം വർക്കിംഗ് ആസ് എ മെഡിക്കൽ കോഡർ ഹിയർ ഇൻ ദുബായ്. സോ എന്താണ് മെഡിക്കൽ കോഡിങ്, വാട്ട് ഈസ് ദ പ്രോസസ് വി ആർ ഗോയിങ് ടു ഡു ഇൻ ദിസ്, എന്തൊക്കെയാണ് അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ്, എന്തൊക്കെയാണ് അതിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, സോ എനിവേ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ നോസ് ദാറ്റ് എന്താണ് മെഡിക്കൽ കോഡിങ് എന്നുള്ളത്. അപ്പം ഞാനിത് പറഞ്ഞു തരുന്നത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും ഇനി പഠിക്കാൻ താല്പര്യമുള്ളവർക്കും അല്ലെങ്കിൽ പ്ലാനിങ് ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ളൊരു സ്മോൾ വീഡിയോ. ഓക്കെ, ഒന്നുമല്ല, എന്താണ് മെഡിക്കൽ കോഡിങ് എന്നുള്ളത് മാത്രം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. സോ ഗൈസ്, ശരിക്കും ഈ ഒരു പ്രോസസ്സ് വളരെ ഈസിയാണ്. നമുക്ക് ഈ ഒരു മെഡിക്കൽ കോഡിങ് പ്രോസസ്സ് വന്നതിന് ശേഷമാണ് ഒരുപാട് ഹോസ്പിറ്റൽസിൽ പെട്ടെന്ന് പ്രോസസ്സുകളൊക്കെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നത്. ശരിക്കും എന്താണ് ഈ പ്രോസസ്സ് എന്ന് പറയുന്നത്? ഈവൻ ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈവൻ ഇഫ് എ പേഷ്യൻറ്റ് കം ടു ദ ഹോസ്പിറ്റൽ ഫോർ ദ ഫസ്റ്റ് ടൈം, നമ്മൾ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ട് അവർ വരുന്ന സമയത്ത് നമ്മൾ അവരെ രജിസ്റ്റർ ചെയ്യുന്നു. ഈ രജിസ്റ്റർ ചെയ്ത് ഉടനെ തന്നെ നമ്മൾ അവരെ വൈറ്റൽസ് എടുക്കുന്നു. വൈറ്റൽസിന് ശേഷമാണ് നമ്മളൊരു പേഷ്യൻറ്റിനെ ഡോക്ടേഴ്സിൻ്റെ റൂമിലേക്ക് അയക്കുന്നത്, അല്ലേ? സോ ഇവിടെ എന്താണ്, ഡോക്ടേഴ്സ് പേഷ്യൻസിനെ എക്സാമിൻ ചെയ്യും. ആഫ്റ്റർ എക്സാമിനേഷൻ ദേ വിൽ ഡിറ്റക്ട് ദാറ്റ് വാട്ട് ഈസ് ദ എക്സാക്ട് ഇഷ്യൂ ഓഫ് ദ പേഷ്യൻറ്റ്. ഐ മീൻ, ഇപ്പോൾ അതൊരു ഫീവറാണ് അല്ലെങ്കിൽ അതൊരു ഹെഡ് ഏക്ക് ആണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അത് ഡിറ്റക്റ്റ് ചെയ്യും. അത് ഡിറ്റക്റ്റ് ചെയ്തതിന് ശേഷം അവരൊരു കോഡിങ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് ഈ ഒരു സോഫ്റ്റ്വെയറിൽ എല്ലാ ഡിസീസും അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സും ഒരുപാട് കോഡ്സ് രൂപത്തിലാണ് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ഫീവർ ടൈപ്പ് ചെയ്യുമ്പോഴേക്ക് തന്നെ ഫീവറിൻ്റെ കോഡ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണാൻ പറ്റും. സോ ഗൈസ്, ഇവിടെ മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്ന മെത്തേഡ് വളരെ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ് നിങ്ങളുടെ പേഷ്യൻസിൻ്റെ കണ്ടീഷൻ, അത് നമ്മൾ കോഡ് രൂപത്തിലേക്കാണ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് കൺവേ ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ മെഡിക്കൽ കോഡിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഈസിയാണ്. പണ്ട് കാലങ്ങളിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു പേഷ്യൻ്റ് വന്ന് പേഷ്യൻറ്റിൻ്റെ ഡിസീസ് എന്താണെന്ന് നോട്ട് ചെയ്തിട്ട് ഇത് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻസ് അവർ കംപ്ലീറ്റ് റിപ്പോർട്ടൊക്കെ ക്രിയേറ്റ് ചെയ്ത റിപ്പോർട്ട് അത് ബില്ലേഴ്സിന് സെക്ഷൻ ഓവർ ചെയ്യണം. ഇങ്ങനത്തെ കുറേ പ്രോസസ്സുകൾ അതിൽ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. മോസ്റ്റ് ഓഫ് ദ ഹോസ്പിറ്റൽസ് ആർ ഫോളോവിങ് ദ മെഡിക്കൽ കോഡിംഗ് പ്രോസസ് നോ. എന്താണെന്ന് വെച്ചാൽ പേഷ്യൻറ്റിനെ നമ്മൾ എക്സാമിൻ ചെയ്തതിനെ നമ്മളൊരു കോഡ് രൂപത്തിലേക്ക്, അതായത് അവരുടെ ഡിസീസും പ്രൊസീജിയേഴ്സും കോഡ് രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത് ഗൈസ്. സോ ഈവൻ വി ക്യാൻ സേ ദാറ്റ് ഇൻ സിംപ്ലി മെത്തേഡ് ഇറ്റ്സ് എ പ്യോർ കൺവേർഷൻ ഓഫ് എ മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ആൻഡ് ഡയഗ്നോസിസ് ഇൻ ടു യൂണിവേഴ്സലി അക്സെപ്റ്റഡ് മെഡിക്കൽ കോഡ്സ്. അപ്പം ഈ ഒരു കോഡിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് അതിൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതെന്ന് ചോദിച്ചാൽ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഈ കോഡിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോഡിംഗ് മാത്രമാണോ ചെയ്യുന്നത്? അല്ല. നിങ്ങളൊരു സർട്ടിഫൈഡ് കോഡർ ആണെങ്കിൽ you can able to work as a medical coder as well as a biller, and also you can work as a insurance coordinator.
അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നതാണല്ലോ നമ്മൾ ചൂസ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ പേയ്മെൻറ്റ് കിട്ടുന്നത് മെഡിക്കൽ കോഡറായിട്ട് വർക്ക് ചെയ്താലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻഷുറൻസ് കോർഡിനേറ്റിംഗ് വർക്കാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിലും അവിടെ നിങ്ങൾക്ക് നല്ല പേയ്മെൻറ്റ്സ് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ എവറി ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ് ആർ ഫോളോവിങ് ദിസ് മെത്തേഡ് ഓൺലി. സോ ഗൈസ്, ഇത്രയും ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പം എല്ലാവർക്കും ടൈം കൺസ്യൂം ചെയ്യാണല്ലോ വേണ്ടത്. ഒരുപാട് പേഷ്യൻസ് വരുമ്പോൾ ഒരുപാട് ടൈം എടുത്തിട്ട് ഇവരുടെ പ്രോസസ്സിങ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എല്ലാ പേഷ്യൻസിനും ഒരുപോലെ തന്നെ കെയർ കൊടുക്കണം. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓരോ പേഷ്യൻസിൻ്റെയും ബില്ലിംഗ് സിസ്റ്റം ഫാസ്റ്റാക്കാൻ പറ്റും. അപ്പം ഇത്രയേ ഉള്ളൂ മെഡിക്കൽ കോഡിംഗ് പ്രോസസ്സ് കൊണ്ട് നമ്മൾ മെയിൻ ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് കോഡറായിട്ട് വർക്ക് ചെയ്യാം, ഈവൻ ബില്ലറായിട്ട് വർക്ക് ചെയ്യാം, അതുപോലെ തന്നെ ഇൻഷുറൻസ് കോർഡിനേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി? നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, പ്രീ അപ്രൂവൽസ്, സബ്മിഷൻസ്, ഇങ്ങനത്തെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് ജോബ് ഹയർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഈവൻ ഗൈസ്, നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങൾ നമ്മൾ ഓരോ വീഡിയോസിൽ ചെയ്യുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ തരിക എന്നുള്ളത് മാത്രമല്ല ഈ മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്കിതിൽ പഠിക്കാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി നമ്മളിതിൽ അനാട്ടമി സ്റ്റഡി ചെയ്യുന്നുണ്ട്. ഈവൻ നമുക്ക് 3 ടെക്സ്റ്റ് ബുക്സ് ആണ് ടോട്ടലി വരുന്നത്. അതിൽ ഗൈസ് നമ്മൾ ഈ പഠിക്കുന്ന 3 ടെക്സ്റ്റുകൾ എന്തിൻ്റെയൊക്കെ ബേസിലാണ് അവർ കൊടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ പറഞ്ഞു ICD അല്ലേ. ICD 10 എന്ന് പറയുന്ന ടെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് കംപ്ലീറ്റ് ഡയഗ്നോസിസ് കോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ CPT, ഹിപ്പെക്സ്, ഈ 2 ബുക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രീറ്റ്മെൻറ്റ് കോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ 3 ബുക്സ് വെച്ചിട്ടാണ് നമ്മൾ ടോട്ടൽ മെഡിക്കൽ കോഡിംഗ് കോഴ്സ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിലെ ട്രിക്സ് മെത്തേഡുകൾ, ഇതിൽ എന്തൊക്കെയാണ് വരുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ബേസിക്കലി കോഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യാൻ പറ്റൂ. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഓൺലി മെഡിക്കൽ കോഡിംഗ് ഡെഫിനിഷൻ എന്താ എന്നുള്ളത് മാത്രമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ് വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് മെഡിക്കൽ കോഡിംഗ്. സോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദിസ് ഇസ് സൈനിങ് ഓഫ്, രഹീസ് ആൻഡ് ഹന്ന വ്ളോഗ്സ്. ഓക്കെ, താങ്ക് യു, ബൈ.